ആർത്തവ അവധി നൽകുന്നതിൽ നയം രൂപീകരിക്കാനുള്ള ഹർജിയിൽ സുപ്രീം കോടതിയുടെ നിർണായകമായ ഒരു നിരീക്ഷണം വന്നു. ചില നയങ്ങൾ ഫലമാകില്ല, മറിച്ച് അത് വിപരീത ഫലം ഉണ്ടാക്കുകയും ചെയ്യും. ഈ തത്വത്തിൽ ഉറച്ചു നിന്നാണ് സുപ്രീം കോടതി ഇന്നൊരു തീരുമാനം എടുത്തത്. ആർത്തവ അവധി വ്യവസ്ഥാപിതമായാൽ സ്ത്രീകൾക്ക് വളരെ തൊഴിലവസരങ്ങൾ കുറയാൻ അതിടയാക്കുമെന്നാണ് കോടതി തീർപ്പ് കൽപ്പിച്ചത്. ഇക്കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ഇടപെടാൻ കഴിയില്ലെന്ന് പ്രസ്താവിച്ച് ഹർജി സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. ചീഫ് ജസ്റ്റിസ് ആണ് ഇന്ന് ഈ ഹർജി തള്ളിയത്. ആർത്തവാവധി അനുവദിച്ചാൽ തൊഴിൽ മേഖലകളിലേക്ക് കൂടുതൽ സ്ത്രീ പങ്കാളിത്തം ഉണ്ടാകും. പക്ഷേ ഇത് വനിതകൾക്ക് തന്നെ പിന്നീട് വിപരീത ഫലം ഉണ്ടാക്കിയേക്കുമെന്നുമായിരുന്നു കോടതിയുടെ നിരീക്ഷണം. വനിതാ ജീവനക്കാർക്ക് ആർത്തവാവധി അനുവദിക്കുന്നതിന് ചട്ടങ്ങൾ രൂപീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി. ഇത്തരം നയങ്ങൾ രൂപീകരിക്കുമ്പോൾ അത് വനിതകൾക്ക് ജോലി നൽകാൻ തൊഴിലുടമകൾക്ക് താൽപര്യം കുറയാൻ കാരണമാകുമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. വിപരീത ഫലം ഉണ്ടാക്കിയേക്കുമെന്നും ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ലെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. അതേസമയം ബന്ധപ്പെട്ട കക്ഷികളുമായി സർക്കാരിന് കൂടിയാലോചന നടത്തി നയരൂപീകരണം നടത്താം. സംസ്ഥാന സർക്കാരുകളുടെ അഭിപ്രായം കൂടി തേടണമെന്നും കോടതി വ്യക്തമാക്കി. ആർത്തവാവധി ആവശ്യമുന്നയിച്ച് ഹർജിക്കാർ കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിനെ സമീപിക്കാനും കോടതി നിർദ്ദേശം നൽകി. ബീഹാറിലെയും കേരളത്തിലെയും ചില കോളേജുകളിൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് നിലവിൽ ആർത്തവാവധിയുള്ളത്. അതേസമയം വനിതകൾക്ക് ആർത്തവാവധി നൽകുന്ന കാര്യം നിലവിൽ പരിഗണനയിലില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെയും നിലപാട്. വിനീത VG 24 ഡൽഹി. താങ്ക് യു വിനീത. ആർത്തവ അവധി സ്ത്രീകളുടെ തൊഴിലവസരം നഷ്ടമാക്കുമോ? ഈ ഒരു ചോദ്യമാണ് ഇന്ന് സുപ്രീം കോടതി നഷ്ടമാക്കാൻ സാധ്യതയുണ്ട്. പല ആളുകളും പിന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും സ്വകാര്യ മേഖലകളിലൊക്കെ തന്നെ സ്ത്രീകൾക്ക് അവസരം കുറയാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലുള്ള ഒരു നിരീക്ഷണമാണ് ഇന്ന് വന്നിരിക്കുന്നത്. എന്നാൽ ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടല്ലോ ആർത്തവ ദിവസമാകുമ്പോൾ. അപ്പോൾ അത് കൊടുക്കേണ്ടത് ന്യായമാണ്. സർക്കാർ മേഖലയിലായാലും സ്വകാര്യ മേഖലയിലായാലും സ്ത്രീകളുടെ ഒരു അവകാശമായിട്ട് പരിഗണിക്കാവുന്നതല്ലേ ഉള്ളൂ. അത് സ്ത്രീകളുടെ ഒരു അവകാശം തന്നെയാണ്. അല്ല, ഗവൺമെൻറ്റിൽ നിന്ന് അതിന് പ്രോപ്പർ ഡിസിഷൻ എടുത്തിട്ട് അവർക്ക് ഈ ഫെസിലിറ്റി കൊടുത്താലും കുഴപ്പം വരുകയില്ല എന്ന് ഗവൺമെൻറ് ഒരു സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിൽ ജോലി പോകുമല്ലോ. ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതല്ലേ. സ്വകാര്യ മേഖലയിൽ ദേ ഹാവ് ടു സീ ദാറ്റ് സ്വകാര്യ മേഖല ഓൾസോ അതനുസരിക്കും എന്നുള്ള തക്കതായിട്ടുള്ള ഡയറക്ഷൻ അവർക്ക് കൊടുക്കണം ഗവൺമെൻറ്. അപ്പം അവർ അവധി കൊടുക്കേണ്ട ഒരു ഇതാണ്. എന്നുവെച്ചാൽ സ്ത്രീകൾക്ക് വയറുവേദന ഉണ്ടാവും, അടിവയറുവേദന ഉണ്ടാവും, ഇപ്പം മാനസികമായിട്ടും വലിയ പിരിമുറുക്കുണ്ടാവും. അപ്പം അതിൽ ഒരു ദിവസം അവധി കൊടുക്കേണ്ടതാണ്, 1-2 അല്ലേ? അതല്ലേ ശരി? ഓഫീസിലായാലും കുട്ടികൾക്കായാലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വൊമിറ്റിംഗ് ഉണ്ടാവുന്നുണ്ട്. അപ്പം അതെല്ലാം ഉണ്ടാകുന്ന സമയത്ത് എന്തായാലും നമുക്ക് കോളേജിൽ എവിടെയും പോകാൻ പറ്റൂല. സർക്കാർ തീരുമാനം എടുക്കണം തന്നെ ഞാനും പറയുന്നത്. കൊണ്ടുവരാണെങ്കിൽ വരട്ടെ. ഗവൺമെൻറ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് ഓഫീസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ നെറ്റില്ല, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരില്ല, അങ്ങനെയുള്ള പല പ്രയാസങ്ങളും അനുഭവിക്കുന്ന സമയം ഇപ്പോൾ. അപ്പോൾ ആർത്തവനത്തിനായിട്ടൊരു ലീവ് സ്ത്രീകൾക്ക് വേണമെന്ന് പറയുന്നതിനോട് പൂർണ്ണമായും യോജിക്കാൻ കഴിയുന്നില്ല. കാരണം അതൊരു ലീവ് കൊടുക്കേണ്ട ഒരു ഇതല്ല. സാധാരണഗതിയിൽ ഇപ്പോൾ ലീവിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നാനില്ല. കാരണം കൂടുതൽ സ്ത്രീകളും ഈ ദിവസങ്ങളാണെങ്കിലും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജോലികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാറാണ് പതിവ്. പ്രത്യേകിച്ചും ഈ കോവിഡിന് ശേഷമൊക്കെ മിക്കവാറും ഇൻഫോ പാർക്കിലെ പല കമ്പനികളും 3 ദിവസം ഓഫീസിൽ വരണം, അല്ലെങ്കിൽ 2 ദിവസം വീട്ടിൽ നിന്ന്, അങ്ങനെ ഒരു ഹൈബ്രിഡ് മോഡാണ് കൊണ്ടുപോകണത്. അപ്പോൾ നമുക്ക് ആ ദിവസങ്ങൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം ഉള്ളപ്പോൾ അതൊരു പ്രശ്നമാവാൻ സാധ്യതയില്ല. നമുക്ക് ഓൾറെഡി കമ്പനീസിൽ സിക്ക് ലീവ് അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ദിവസമാണ് അന്ന്, ഫിസിക്കലി ബുദ്ധിമുട്ടുള്ള ദിവസം അന്ന് എങ്കിൽ നമുക്ക് നമ്മൾ സിക്ക് ലീവ് എടുത്തിട്ട് വീട്ടിലിരിക്കാം. അതല്ലാതെ വർക്ക് ഫ്രം ഹോം ഓപ്ഷനുള്ള കമ്പനി ആണെങ്കിൽ നമുക്കന്ന് വർക്ക് ഫ്രം ഹോം എടുത്തിട്ട് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാം. അപ്പോൾ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാം, ബാക്കി ടൈം വർക്ക് ചെയ്യാം, അങ്ങനെ ചെയ്യാം. അതുകൊണ്ട് ഒരു ലീവ് വേണ്ടി വരില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ശ്രീരാജ് കാലിക്കറ്റ് പറയുന്നത് സ്ത്രീകൾക്ക് ആർത്തവലി ഉള്ളതുപോലെ ആണുങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും അനുവദിക്കണം. ശ്രീരാജ് കണ്ടുപിടിച്ചുകൊണ്ട് പോവാം, നമുക്ക് ഏത് രീതിയിലാണ് പുരുഷന്മാർക്ക് അവധികൾ അനുവദിക്കാൻ കഴിയുക. എൻ്റെ ശ്രീരാജെ ആർക്കെങ്കിലും കിട്ടുമെന്ന് കരുതി അപ്പോഴേ ചാടി വീഴരുത്.